ജാസ്മിൻ മെഡിക്കൽ റൂമിൽ, നന്ദന മെഡിക്കൽ റൂമിൽ, നോറ കരഞ്ഞുകൊണ്ട് നടക്കുന്നു. ഇതിൻ്റെ കൂട്ടത്തിൽ വീട് മുഴുവൻ സത്യം പറഞ്ഞാൽ ടാസ്ക് അലമ്പായിപ്പോയി. ടാസ്ക് കൊടുത്ത് എല്ലാവരും കളിക്കുന്നുണ്ട്, ഇതിനിടെ കൂടെ കരച്ചിലും വിഴിച്ചിലും. റൂളൊന്നും ഫോളോ ചെയ്യുന്നില്ല. ബിഗ് ബോസ് വിളിച്ച് റൂള് ഫോളോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ട് ഇങ്ങനെ ഓടാനുള്ളത് അങ്ങോട്ട് ഇങ്ങനെ തോന്നും കണക്ക് അവർ ഓടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോസ് പറയുന്നത് കേൾക്കുന്നില്ല. നന്ദന ഇതിനിടയ്ക്ക് അർജുൻ വീഴ്ത്തുന്നുണ്ട്. എന്താണ് സംഭവം? ലൈവിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ ചോർച്ച സിദ്ധാന്തം ടാസ്കിൻ്റെ കാര്യമാണ് പറയുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് എന്തായാലും വീഡിയോ മുഴുവൻ കണ്ടിട്ട് ചെയ്യണം. അപ്പോൾ ടാസ്ക് ഇന്നലെ ഞാൻ പറഞ്ഞ സെയിം ടാസ്ക് തന്നെയാണ്. ചോർച്ച സിദ്ധാന്തം. ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടിക്കറ്റ് ഫിനാലെ ചിലരെയൊക്കെ കടത്തി വെട്ടിയെത്താം. ആരടുത്താണ്? അർജുനും ഋഷിക്ക് വേണമെങ്കിൽ അഭിഷേകിനെ കടത്തി എത്താമെന്നാണ് പറയുന്നത്. കൃത്യമായ രീതിയിൽ കളിക്കണം. പല വലിപ്പങ്ങളുള്ള 3 കളങ്ങൾ ഗാർഡൻ ഏരിയയിൽ വരച്ചിട്ടിട്ടുണ്ട്. തെർമോകോൾ ബോൾ നിറച്ചിട്ടുള്ള ഒരു ചാക്കും നിങ്ങൾക്ക് നിങ്ങളുടെ തോളിൽ തൂക്കാനായിട്ട് തരും. അപ്പോൾ ബസറടിക്കുന്ന സമയത്ത് നിങ്ങളിത് തോളിൽ തൂക്കണം. ഇതിനകത്ത് ഒരു ഹോൾ ഉണ്ടാവും, ഒരു ദ്വാരം ഉണ്ടാവും. അവിടെ സ്റ്റിക്കർ വെച്ച് ഇപ്പോൾ അടച്ചിരിക്കുകയാണ്. ടാസ്ക് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ആ സ്റ്റിക്കർ വലിച്ചു വരണം. അപ്പോൾ ഈ ദ്വാരത്തിലൂടെ ടെർമോകോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ ടെർമോകോൾ വീഴാതെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും വേണം. നിങ്ങളുടെ ഫ്രണ്ട് ഇങ്ങനെ കറങ്ങണം, ബസറടിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓടണം. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിലുള്ള ആളുടെ അത് വലിച്ച് പറിച്ച് കളയുകയും ചെയ്യണം. ബസർ ടു ബസറാണ്, പല റൗണ്ട് ഉണ്ടാവും. ബസറടിക്കുന്ന സമയത്ത് ആരുടെയിലാണോ കുറവ് ടെർമോകോൾ ബോളുള്ള ചാക്കുള്ളത് അവർ ഔട്ടാവും. അങ്ങനെ അവസാനം പല റൗണ്ട് കഴിഞ്ഞ് നമ്മൾ പറയുന്നത് പോലെ അവസാനം വന്ന് നിൽക്കുന്ന 3 പേര്, ഏറ്റവും കൂടുതൽ ടെർമോകോൾ ബോളുള്ള ബാഗ് ആരുടെ കയ്യിലാണോ ഉള്ളത് അവർക്ക് 3 പോയിന്റ്, തൊട്ട് താഴെ 2 പോയിന്റ്, അതിൻ്റെ തൊട്ട് താഴെ 1 പോയിന്റ്. അങ്ങനെയാണ് കിട്ടുന്നത്. ഫസ്റ്റ് റൗണ്ട് നടക്കുന്നു. സായി അഭിഷേകിൻ്റെ പിറകിലാണ്. സായി തൊടുവോ? അഭിഷേകിനെ പ്രൊട്ടക്ട് ചെയ്ത് സായി പൊത്തി പിടിക്കുകയാണ് ചെയ്യണത്. അഭിഷേകിൻ്റെ വീഴാൻ നേരത്ത് സായി പൊത്തി പിടിക്കുന്നു. വലിച്ചു പറിച്ചെടുക്കാനുള്ള സായിക്ക് വേണമെങ്കിൽ കളിച്ചു കഴിഞ്ഞാൽ സായി അവിടെ വരെ എത്തൂല. പക്ഷേ എന്തോ അഭിഷേകിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടാണ് സായി നിൽക്കുന്നത്. സായി ഒന്നും വലിച്ചെടുക്കുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റ് ഫ്രണ്ടിലുള്ള ആളുടെ മാത്രമേ നമ്മൾ പറിക്കാൻ പാടുള്ളൂ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ ഇവിടെ ഇവർ ഓടുന്നുമില്ല, വാടുന്നുമില്ല, ചാടുന്നുമില്ല, ഒരു പരിപാടി നടക്കുന്നില്ല. അവസാനം അഭിഷേകിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പോയി എന്തായി? അഭിഷേക് ഔട്ടായി. ശ്രീതു തൊട്ട് പിറകെ അടുത്ത റൗണ്ട് ആയപ്പോൾ ശ്രീതു ഔട്ടായി. ഇതിനിടയിൽ കൂടി നോറയുടെ ചാക്കിലാണ് കുറേ ഇരിക്കുന്നത്. നോറ വേഗം ഓടി വരുന്നു. പക്ഷെ നോറയുടെ ചാക്ക് സിജോ പിടിച്ച് പറിച്ച്, നോറ അത് കളഞ്ഞിട്ടുണ്ട്. എൻ്റെ ചാക്ക് പിടിച്ച് പറിച്ചതെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പോയിരിക്കുന്നു. സിജോ ആ ചാക്കിലുള്ളത് മുഴുവൻ കളയാനായിട്ട് നോക്കുന്നുണ്ട്. ഇതിനിടയിൽ കൂടെ ജാസ്മിൻ വയ്യാതെ, അയ്യോ എനിക്ക് നടുവേനെ, എനിക്കെൻ്റെ ദേഹം വേദനിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിനെ മെഡിക്കൽ റൂമിലോട്ട് എടുത്തുകൊണ്ട് പോകുന്നു. അവിടെ പോയി ബിപിയും ഇതുമെല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ. വീണ്ടും ഒരു റൗണ്ട് നടക്കുവാണ്. ആ റൗണ്ടിൽ നിങ്ങൾക്ക് നേരത്തെ നിങ്ങൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നെങ്കിൽ ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് കറങ്ങാൻ ബിഗ് ബോസ് പറയുന്നു. അപ്പോൾ ഇത്രയും നേരം അർജുൻ നന്ദനെ ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം തിരിഞ്ഞു. അപ്പം നന്ദന അർജുനെ ഓട്ടിക്കണം. അപ്പം തിരിഞ്ഞ് കറങ്ങുവാണ്. അപ്പം എന്ത് ചെയ്യുന്നു? നന്ദന അർജുൻ്റെ ഇത് പിടിച്ച് വലിച്ച്, ഞാനൊന്ന് കെട്ടട്ടെ, എൻ്റെ കെട്ട് പൊട്ടിപ്പോയി, വേണ്ട കെട്ട് അങ്ങനെ മൊത്തം വലിച്ചു പറിച്ചിരുന്നതിനിടയ്ക്ക് ലൈവിൽ കാണിക്കുന്നില്ല. നന്ദന മറിഞ്ഞു വീഴുന്നു. നന്ദനെ തള്ളിയിടുന്ന പോലെയാണ് അതിനകത്ത് കാണിക്കുന്നത്. അപ്പം അയ്യോ എന്നെ തള്ളിയിട്ട്, അയ്യോ എനിക്ക് വേദനിക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ എടുത്ത് മെഡിക്കൽ റൂമിലോട്ട് എടുത്തുകൊണ്ട് പോകുന്നു. ശരിയാവുന്നു. ഒരുവിധം നന്ദനയുടെ കേസ് ഇപ്പോൾ ശരിയാവുകയാണ്. സത്യം പറഞ്ഞാൽ ടാസ്ക് ഒരുമാതിരി ചീറ്റിപ്പോയ ലെവലിലാണ് ടാസ്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കാം ഇനി അടുത്ത് എന്താണ് നടക്കാൻ പോകുന്നത്. എന്തായാലും അഭിഷേക് ഈ റൗണ്ടിൽ തോറ്റു. വേറെ ആവശ്യമില്ലാത്തപ്പോൾ സിജോയ്ക്കോ നോറയ്ക്കോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലൊക്കെയാണ് പോയിന്റ് കിട്ടുന്നതെങ്കിൽ അഭിഷേക് തന്നെ ഓൾറെഡി വിന്നറായി. ഋഷിക്കും അർജുനും അല്ല പോയിന്റ് കിട്ടുന്നത്, വേറെ ആർക്കെങ്കിലും ആണ് 3 പോയിന്റ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അവർ ഓൾറെഡി അഭിഷേക് ജയിക്കും. അതാണ് ഇപ്പോഴത്തെ നിലയിൽ പോകുന്ന അവസ്ഥ. നമുക്ക് നോക്കാം. അടുത്ത ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.